സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ട് പിണറായി വിജയൻ വകമാറ്റി സ്വകാര്യ സ്ഥാപനത്തിന് നൽകി അഴിമതി നടത്തി. കസേര തെറിച്ച മുഖ്യമന്ത്രിയുടെ ദുരന്ത ഫണ്ടിലെ അഴിമതി രേഖകളടക്കം പുറത്ത്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി ഫണ്ട് വകമാറ്റി സ്വകാര്യ സ്ഥാപനത്തിന് കോടികൾ നൽകിയ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുപ്പക്കാരനും നാട്ടുകാരനുമായ സ്ഥാപനം നടത്തുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിനാണ് കോടികൾ നൽകിയത്. ഇറങ്ങിപ്പോകുന്നതിന് മുൻപേ തന്നെ, അതായത് തൊട്ടു മുൻപേ തന്നെ ദുരന്ത പ്രതികരണ നിധിയിൽ പിണറായി വക കടുംവെട്ട് നടത്തിയിരിക്കുകയാണ്. ഖജനാവ് മാത്രമല്ല കൊള്ളയടിച്ചത്, ദുരന്ത ഫണ്ടും ഇത്തരത്തിൽ കൊള്ളയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. ഡാം തുറന്നുവിട്ട ആളുകളെ അവിടെ കൊല്ലുന്നവർക്ക് ഇതുമാകാം, ഇതിലപ്പുറവും ഒക്കെ ആകാമെന്നതാണ് ഇവിടെ കാണിക്കുന്നത്. സർക്കാർ ഉത്തരവ് 203/2026 DMD ഡേറ്റഡ് 28/4/2026 വഴി ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറി ജെ തിലകിന്റെ പ്രത്യേക താൽപര്യത്തിൽ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൽ പിണറായി വിജയന്റെ നാട്ടുകാരനും അടുപ്പക്കാരനും കൗൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമായിരുന്ന KP സുധീർ എന്ന വ്യക്തിയുടെ ശിഷ്യന്മാർ മാത്രം ജോലി ചെയ്യുന്ന ബിനാമി സ്ഥാപനത്തിന് 9.87 കോടി രൂപ നൽകി ഉത്തരവിട്ടു. രഹസ്യമായി തന്നെ സൂക്ഷിച്ചിരുന്ന സർക്കാർ ഉത്തരവിന്റെ കോപ്പിയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. KP സുധീറിനെതിരെ സ്വന്തം ബന്ധുക്കളെ KFRIയിൽ നിയമിച്ചതും സ്വന്തം ഗവേഷണ വിദ്യാർത്ഥികളെ മാത്രം വിവിധ സ്ഥാപനങ്ങളിൽ നിയമിച്ചതും സംബന്ധിച്ചുകൊണ്ട് വിജിലൻസ് അന്വേഷണം ഇപ്പോൾ നിലവിലുണ്ട്. KP സുധീർ ആകട്ടെ ചെന്നൈയിൽ ജോലി നോക്കുന്ന അവസരത്തിലാണ് കേരളത്തിൽ പ്രളയത്തിൽ ഡാമുകൾക്ക് ഒരു പങ്കുമില്ല എന്ന ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിച്ചത്. ഈ പ്രബന്ധം ആധാരമാക്കിയാണ് ഡാം അല്ല പ്രളയ കാരണമെന്ന് സർക്കാർ പറഞ്ഞതും പിന്നീട് മാത്യു ടി തോമസ് കൃഷ്ണൻകുട്ടി സംഘത്തിൽ ഡാമാണ് പ്രളയ കാരണമെന്ന് തെളിവായി തന്നെ നൽകുകയാണ് ചെയ്തത്. കാര്യമായ യാതൊരു മുൻ പ്രവൃത്തി പരിചയവും ഇല്ലാത്ത, വർഷങ്ങളായി തന്നെ ഒരു ഗുണവും കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാന പ്രവർത്തനങ്ങൾക്ക് നൽകാത്ത കോട്ടയത്തെ ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് എന്ന സ്വകാര്യ സ്ഥാപനത്തിനാണ് ഈ വഴിവിട്ട സഹായം നൽകിയിരിക്കുന്നത്. ജയതിലകും ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ മുൻ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന ജയതിലകിന്റെ കൂട്ടുകാരും ചേർന്നുകൊണ്ടാണ് ഈ കടും കൈ തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത്. സംസ്ഥാന എക്സ്ക്ലൂസീവ് കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യമാണ് ഈ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയതിലകാകട്ടെ സ്വയം ഈ പദ്ധതിക്ക് അനുമതി നൽകിയതും. കമ്മിറ്റിയിൽ പലരും ഇത്രയും വലിയ തുക ഒരു സ്വകാര്യ സ്ഥാപനത്തിന് നൽകുന്നതിനെ എതിർത്തിരുന്നു. ഈ പദ്ധതി രേഖ പ്രസ്തുത യോഗത്തിൽ പങ്കെടുത്ത ആരും തന്നെ ഇതുവരെയും കണ്ടിട്ടില്ല. കൂടാതെ തന്നെ ഗവേഷണ പദ്ധതികൾ അംഗീകരിക്കുന്നതിന് മുൻപേ തന്നെ നടത്തുന്ന സ്വതന്ത്ര സാങ്കേതിക അവലോകനമാകട്ടെ അതൊന്നും നടത്താതെയാണ് ഇവിടെ പണം നൽകിയിരിക്കുന്നത്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ഇത്തരത്തിൽ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് പണം അനുവദിക്കാൻ വ്യവസ്ഥ ഒന്നും തന്നെയില്ല. 2019 ദേശീയ ദുരന്ത നിവാരണ പദ്ധതി അനുസരിച്ചുകൊണ്ട് ഇത്തരം ഗവേഷണങ്ങളുടെ ചുമതല ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, INCOIS, CWC, നാഷണൽ സീസ്മിക് സെന്റർ, IMD എന്നിവയിൽ നിക്ഷിപ്തമാണ്. സംസ്ഥാനത്തിന് അവർക്ക് ആവശ്യമായ സഹായം നൽകുവാൻ മാത്രമാണ് സംസ്ഥാനത്തിന്റെ ചുമതലയും പണവും. ഈ തുക 5 കോടി രൂപ കമ്പ്യൂട്ടർ വാങ്ങുവാൻ മാത്രമാണ്. ഗവേഷണങ്ങൾക്ക് സൗജന്യമായി തന്നെ ഹൈ ആൻഡ് കമ്പ്യൂട്ടിംഗ് സൗകര്യം കേന്ദ്ര മന്ത്രാലയങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. എന്നിരിക്കെയാണ് ജനങ്ങൾക്ക് ദുരിതാശ്വാസം നൽകേണ്ട തുക വകമാറ്റിയത്. 5 കോടി രൂപയുടെ കമ്പ്യൂട്ടർ എന്നത് അഴിമതിക്കുള്ള കളമൊരുക്കൽ ആണ് എന്ന ആക്ഷേപമാണ് ഉയർന്നത്. പദ്ധതി രേഖ പുറം ലോകം കാണാതെ എങ്ങനെ ഈ തുകയിൽ വന്നെത്തിയെന്നും ബാക്കിയുള്ള തുക ശമ്പളത്തിനായി തന്നെ വിനിയോഗിക്കുവാനാണ് ഇവിടെ ഉപയോഗിച്ചതെന്ന സംശയമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ദുരന്ത പ്രതികരണ നിധി ജനങ്ങൾക്ക് ദുരിതാശ്വാസം നൽകുവാനും അടിയന്തര ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങൾക്കും വേണ്ടി മാത്രമാണ് എന്നിരിക്കെയാണ് ഈ ഉത്തരവ് ഇവിടെ പുറപ്പെടുവിച്ചിരിക്കുന്നതും. ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് തുക അനുവദിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വകുപ്പിൽ നിന്നാണ്. പ്രസ്തുത വകുപ്പിന് അനുവദിച്ച തുകയിൽ നിന്നും പണം ലഭിക്കില്ല എന്ന് ഉറപ്പായപ്പോൾ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ക്രമവിരുദ്ധമായി തന്നെ പണം തരപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ വഴി മാറി ചിലവഴിച്ചുകൊണ്ടാണ് വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വാടകയും ജനോപാധി സഹായവും മുടങ്ങിപ്പോയിരിക്കുന്നത്. ജില്ലക്കാർക്ക് വേനൽ പ്രതിരോധത്തിനായി തന്നെ വെറും 1 കോടി രൂപ വീതമാണ് നൽകിയതെന്നിരിക്കെ തന്നെ ഒരു ചെറിയ വെറും 3 ജീവനക്കാർ മാത്രമുള്ള സ്ഥാപനത്തിന് 9.87 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. 2023 മുതൽ തന്നെ വീടുകളും നാശനഷ്ടത്തിന്റെ തുക അനുവദിക്കാതെ തന്നെ പിടിച്ചുവെച്ചിരിക്കുകയാണ് ജയതിലക്. ജില്ലയിൽ വലിയ പ്രതിഷേധം ഇതിന്റെ പേരിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്.
കോവിഡ് കാലത്തെ ഒട്ടനവധി ചെലവുകൾക്കുള്ള തുക ഇപ്പോഴും പഞ്ചായത്തുകൾക്ക് നൽകുവാനുണ്ട്. വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് നൽകുവാൻ പണമില്ല എന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് 120 കോടി രൂപ പ്രത്യേക അനുമതിയായി തന്നെ വാങ്ങിയെടുത്തുകൊണ്ട് സർക്കാർ ആകട്ടെ ഇത്തരം ആർക്കും പ്രയോജനം നൽകാത്ത ഗവേഷണങ്ങൾക്ക് തുക ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും വകമാറ്റുന്നത് ചോദ്യം ചെയ്ത ഗവർണർ, IG, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എന്നിവർക്ക് ബന്ധപ്പെട്ടവർ പരാതി നൽകിയിട്ടുണ്ട്. നേരിട്ട് മനുഷ്യർക്ക് ലഭിക്കേണ്ട ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഏതോ കാലത്ത് തീർക്കുമെന്ന് വിശ്വസിക്കുന്ന ഗവേഷണത്തിനായി തന്നെ, അതും അത്തരം ഗവേഷണ ഫലത്തിന് നിയമപരമായി തന്നെ യാതൊരു സാധുതയും ഉപയോഗവും ഇല്ലാത്തപ്പോൾ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും സ്വകാര്യ സ്ഥാപനത്തിന് കമ്പ്യൂട്ടർ വാങ്ങാൻ നേരിട്ട് തുക അനുവദിച്ചതിൽ വ്യക്തമായ ക്രമവിരുദ്ധവും സ്വജനപക്ഷപാതവും ഉണ്ട് എന്ന ആക്ഷേപമുണ്ട്. പിണറായി വിജയൻ പരാജയപ്പെട്ടിട്ടും സർക്കാർ സംവിധാനങ്ങൾ ജയതിലക് പിണറായിക്ക് വേണ്ടി നിയന്ത്രിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.